ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. ഇന്ന് ഒരു വെറൈറ്റി വ്ളോഗാണ്. ആരും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. എന്തായാലും എനിക്കിതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സെമിത്തേരി വ്ളോഗാണ്. സെമിത്തേരിയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് ഡെൻമാർക്കിലെ കലംബർഗിലുള്ള ഒരു സെമിത്തേരിയാണ്. അപ്പം നല്ല അടിപൊളി ഒരു പാർക്കായിട്ടാണ് നമുക്ക് ആദ്യം ഫീൽ ചെയ്തത്. അപ്പം നമ്മൾ ഓർത്തു ഓക്കെ, നമുക്കൊന്ന് സെമിത്തേരി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിൽ കാണുന്ന സെമിത്തേരി പോലെയാണോ ഇവിടുത്തേന്നറിയാലോ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് കാലംബർഗിലെ സെമിത്തേരി ഒന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെമിത്തേരി ഇവർ ഭയങ്കര നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗാർഡനൊക്കെ പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ കുറേ പേര് അടക്കമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നെയിം ബോർഡ്സൊക്കെ നമുക്ക് കാണാം. പക്ഷെ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞാൽ ഒരു ഫാമിലിയുടെയൊക്കെ ആയിരിക്കും. എല്ലാം ഫ്ലവറൊക്കെ വെച്ച്, നല്ല റിയൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ വന്ന് ബൊക്കേസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവരുടെ ആ ഒരു സെമിത്തേരിയുടെ അടുത്തൊക്കെ കാണാം. ഇത് കണ്ടോ, ഒരു കിളിക്കൂട്. അത് ഇവിടെ ഇങ്ങനെ വിൻ്റർ സമയത്ത് ഇങ്ങനെ ബേർഡ്സിനെയൊക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇത് നിങ്ങൾ കണ്ടോ, ഇതൊരു അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങളും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. എന്തായാലും നമ്മുടെ അവിടെയൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ഇങ്ങനെ ഇരിക്കാനുള്ള കസേരയും പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആയിരിക്കണം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ളത് നമ്മൾ കാണുന്നത്. ടോയ്സ് ഉണ്ട് ചില സ്ഥലത്ത്, അങ്ങനെ ചെറിയ ടോയ്സും പിന്നെ അല്ലാതെ ഡെക്കറേറ്റീവ് സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കല്ലറയും നമുക്ക് കാണുമ്പോഴേക്കും ഓരോ പൂന്തോട്ടം പോലെയാണ് തോന്നുന്നത്. സെപ്പറേറ്റ് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗാർഡൻ പോലെ. അവർക്കിഷ്ടമുള്ള സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഗാർഡൻ, ഒരു പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൊട പോലെ മേളില് ശരിയാ. ആരാ ഗൗരി പാവപ്പെട്ടത്? ഇവിടെ ആളില്ല, ഇതുവരെ ആള് വന്നിട്ടില്ല. വേക്കൻറ്റ് സ്പേസ് ആയിരിക്കും അല്ലേ? അതവരൊരു ഗ്യാപ്പിന് വെച്ചതായിരിക്കും. മരിച്ചവരെ പറ്റി ഒരു സീരിയലോ എൻട്രി അല്ലേ? ഇത് അടുത്ത എൻട്രൻസ്. ഓ, എന്തോ കൊടുത്തിട്ട് പോകാമോ അങ്ങോട്ടൊക്കെ? വേണ്ടല്ലേ? ശരിയാ. ചിലപ്പോ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കും. സെമിത്തേരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവെ കേൾക്കുമ്പോൾ ഒരു ഹൊറർ വൈബായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അവിടെ പൊതുവെ. എനിക്കും സെമിത്തേരിയുടെ അടുത്തൊക്കെ പോകാനായിട്ട് അത്യാവശ്യം പേടിയുള്ള ഒരാളാണ്. ഞാനങ്ങനെ പോയിട്ടും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്കൊട്ടും പേടിയായില്ല. ഭയങ്കര നമ്മൾ ഒരു ഗാർഡനിലൊക്കെ വന്ന പോലെ. പക്ഷെ അവരുടെ പേരും അവരുടെ ഡേറ്റ്സും ബർത്ത് ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളതൊക്കെ നോക്കി അങ്ങനെ ഒട്ടും പേടിയില്ലെന്നല്ല, ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഭയങ്കര ഒരു ഹൊറർ ഫീലിംഗ് ഇല്ലാത്ത ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാർഡനിൽ വന്ന പോലെ തന്നെ. പിന്നെ ഇവരുടെയൊക്കെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് അവരുടെ വീട്ടുകാർ ഇപ്പോഴും അവർക്ക് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോഴേക്കും നമുക്ക് അവരുടെ ഒരു ബോണ്ട് ഒക്കെ അവർ ഈവൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം ഈ സെമിത്തേരി വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ ഡെൻമാർക്കിലെ ഡാനിഷ് കൾച്ചറിലുള്ള ഒരു സെമിത്തേരി കണ്ടു, ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാനൊന്നുമില്ല, കാണാൻ പറ്റിയല്ലോ. ഞാനും കണ്ടു, അപ്പം നിങ്ങളെയും കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ, see you in my next vlog. Thanks for watching. Please do like, share, subscribe to my YouTube channel. Bye bye.